നമസ്കാരം. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയിൽ ശങ്കരാചാര്യന്മാർ പങ്കെടുക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ശങ്കരാചാര്യ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് ശൃംഗേരി മഠം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പിന്നെ ഇത് എവിടെ നിന്ന് ഇത്തരത്തിലൊരു വാർത്തയുണ്ടായി? മഠത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വഴി പുറത്തുവിട്ടിട്ടുള്ള ലെറ്റർ പാഡിലൂടെ ആ പാഡിലുള്ള പ്രസ്താവനയിലാണ് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ സ്വാമിജി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ എതിരാളികളുടെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ആ പ്രചരണങ്ങളിൽ വീഴരുത് എന്നും മഠത്തിൻ്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കാനും എല്ലാ ഭക്തരോടും മഠം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും കന്നഡയിലും ഈ 3 ഭാഷകളിലായിട്ട് ഔദ്യോഗിക കത്തുകളായിട്ടാണ് ശൃംഗേരി മഠം ഈ സുപ്രധാന അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പ്രസ്താവനയിൽ ശൃംഗേരി മഠത്തിൻ്റെ സിഇഒയും അഡ്മിനിസ്ട്രേറ്ററും അതിൽ കൃത്യമായി ഒപ്പിട്ടിട്ടുണ്ട് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ശ്രീരാമൻ്റെ ജന്മസ്ഥലം വീണ്ടെടുക്കുവാനുള്ള 500 വർഷത്തെ പോരാട്ടം ഫലം കണ്ടതിലുള്ള സന്തോഷവും ആ കത്തിനകത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5 നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ പുഷ്യ ശുക്ല ദ്വാദശി ദിനത്തിൽ പാവനമായിട്ടുള്ള അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമന് വേണ്ടി നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് എല്ലാ ആസ്തികർക്കും സന്തോഷകരമായ കാര്യമാണ് എന്നാണ് കത്തിൽ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നതും പറയുന്നത്. പ്രാണപ്രതിഷ്ഠയിൽ ജഗദ്ഗുരു ഭാരതി തീർത്ഥ മഹാസ്വാമിജിക്ക് അപ്രീതിയുണ്ട് എന്നും അങ്ങനെ അത്തരത്തിലുള്ള അപ്രീതി ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നും ഈ പ്രസ്താവനയിലൂടെ ഊന്നിപ്പറയുകയാണ് മഠം. കാരണം അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന അവസരത്തിൽ നമ്മുടെ ധർമ്മത്തിൻ്റെ ചില ശത്രുക്കൾ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ആ സോഷ്യൽ മീഡിയയിലൂടെ അവസരോചിതമായിട്ടുള്ള പേരുകൾ ഉപയോഗിച്ച് ചില പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദക്ഷിണാംനായായ ശൃംഗേരി ശാരദാ പീതാധീശ്വരൻ്റെയും പരമപൂജ്യ ജഗദ്ഗുരു ശങ്കരാചാര്യ ശ്രീ ഭാരതി തീർത്ഥ മഹാസ്വാമിജിയുടെയും ഫോട്ടോ പതിച്ച ഒരു പോസ്റ്റിൽ ശൃംഗേരി ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുകയാണ് ചെയ്യപ്പെടുന്നത്. കള്ളമാണത് എന്നാണ് മഠം പറയുന്നത്. ശൃംഗേരി ശങ്കരാചാര്യർ അങ്ങനെ ഒരു സന്ദേശമേ നൽകിയിട്ടില്ല എന്നുകൂടി അവർ പറയുകയാണ്. ശങ്കരാചാര്യൻ പ്രാണപ്രതിഷ്ഠയിൽ അതൃപ്തി പ്രകടിപ്പിച്ചതായി പറയുന്നത് നമ്മുടെ ധർമ്മത്തെ ദുഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഷിക്കുന്ന തരത്തിലുള്ള ശത്രുക്കളുടെ തെറ്റായിട്ടുള്ള പ്രചാരണം മാത്രമാണ് എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ അവഗണിക്കുവാനും ശൃംഗേരി ശാരദാപീഠത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റും ഔദ്യോഗികമായിട്ടുള്ള ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മാത്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു. എല്ലാ ഭക്തരോടും അത്തരത്തിലുള്ള അഭ്യർത്ഥന കൂടി ശൃംഗേരി മഠം നടത്തുന്നുണ്ട്. ശൃംഗേരി മഠം കത്തിൽ ഉറപ്പിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ദീപാവലിയോടനുബന്ധിച്ച് പീഠത്തിൻ്റെ ശാരദാപീഠം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അയോധ്യയിൽ വരാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ ഭക്തരും രാമതാരക മഹാനന്ത്രം ആ ജപത്തിൽ ഏർപ്പെടണമെന്ന് അറിയിക്കുന്നത്. ഇതൊക്കെ ശൃംഗേരി ജഗദ്ഗുരുവിൻ്റെ സന്ദേശം പ്രസിദ്ധീകരിച്ചതായിട്ടാണ് ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും കത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണിതെല്ലാം. അതനുസരിച്ചാണെങ്കിൽ മഠത്തിൻ്റെ ഭക്തർ ധാരാളമായി മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു എന്നുകൂടി ആ കത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും പവിത്രവും ഒപ്പം തന്നെ അപൂർവവുമായിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠയിൽ ഓരോ ആസ്തികനും പങ്കെടുക്കേണ്ടതുണ്ട്. അതായത് ഓരോ ഭക്തരും അതിനകത്ത് പങ്കെടുത്ത് ഓരോ ഭക്തനും ഉചിതമായി പങ്കെടുത്തുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ അതിരുകളില്ലാത്ത കൃപയ്ക്ക് പാത്രീഭൂതരാകണമെന്നും പൂജ്യ ശൃംഗേരി ശങ്കരാചാര്യർ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കത്ത് അവസാനിക്കുന്നത് എന്നുകൂടി പറയട്ടെ. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു കത്തെത്തിയത്? ഇതോടെയാണ് നമ്മൾ അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ ശങ്കരാചാര്യർക്ക് വിയോജിപ്പുണ്ട് എന്ന രീതിയിൽ പുറത്തു വന്ന ചില കേന്ദ്രങ്ങൾ പുറപ്പെടുവിച്ച അല്ലെങ്കിൽ നടത്തിയ ദുഷ്ടപ്രചാരണത്തിൻ്റെ മുനയൊടിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ എന്തായിരിക്കും കരുതുക? ഹിന്ദു സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ശൃംഗേരിയുടെ 4 മഠങ്ങൾ തീരുമാനിക്കുകയാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കേണ്ട. അത് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പ്രതിഷ്ഠ പൂർത്തിയാകാത്ത അല്ലെങ്കിൽ
പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് മോദി ആകരുത്, മോദി ആയതുകൊണ്ടാണ് ഞങ്ങൾ എത്താത്തത്, അങ്ങനെയുള്ള വാർത്തകളാണ് ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് വിയോജിപ്പുകളുണ്ട് എന്ന് പറഞ്ഞ് ശൃംഗേരി മഠാധിപതി അല്ലെങ്കിൽ ശൃംഗേരി മഠത്തിൻ്റെ പേരിൽ പുറത്തു വന്നുകൊണ്ടിരുന്ന വ്യാജ വാർത്തകൾ. ആ വ്യാജ വാർത്തകൾക്കാണ് ഇപ്പോൾ വളരെ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. മഠം പങ്കെടുക്കുക തന്നെ ചെയ്യും, മഠത്തിന് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുകളും ഇല്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. അതായത് ഹിന്ദു സംസ്കാരം ഒന്നായി നിൽക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്, പലപ്പോഴും നടക്കാറില്ല. മറ്റു മതങ്ങളിൽ അത് ആര് പറഞ്ഞാലും ആ മതത്തിൻ്റെ അപ്പോസ്തലന്മാരാകുന്നവർ അല്ലെങ്കിൽ മുകൾ തട്ടിലിരിക്കുന്നവർ ആരാണോ അവർ പറയുന്നത് വളരെ കൃത്യമായി അനുസരിക്കുകയും ആ മതവും ആ മതത്തിൽപ്പെട്ടവരും ഒന്നായി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച ഭൂമിയിൽ കാണാറുണ്ട്. പക്ഷേ ഹിന്ദു സംസ്കാരത്തിൽ പെടുമ്പോൾ ഹിന്ദുക്കൾ പലപ്പോഴും ഭിന്നരായി നിൽക്കുന്നു, പലതരത്തിലുള്ള സ്വഭാവക്കാർ പല രീതിയിൽ മാറി നിൽക്കുന്ന കാഴ്ച കാണാറുണ്ട്. ഹിന്ദു സംസ്കാരത്തെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്ന വാർത്തകളായിരുന്നു ശൃംഗേരി മഠ ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന വാർത്തകൾ. പക്ഷേ ആ വാർത്തകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശൃംഗേരി മഠത്തിൻ്റെ പുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വിയോജിപ്പുകളില്ല എന്നും യോജിപ്പാണെന്നും ശ്രീരാമമന്ത്രം ജപിച്ച എല്ലാ ഭക്തരും ആ ചടങ്ങിൽ പങ്കെടുക്കട്ടെ എന്നുമാണ് ആ മഠത്തിൽ നിന്നുള്ള സന്ദേശം പറയുന്നത്.